ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണെന്ന് ഞാൻ കാണിക്കുന്നത്. ബേക്ക് ചെയ്യൊന്നും വേണ്ട, ഒരു ഫ്രൂട്ട് ടാർട്ടാണ് കേട്ടോ. പാർട്ടികളിലൊക്കെ കൊടുക്കാൻ പറ്റിയ, കുട്ടികളൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ ബേസ് ബിസ്ക്കറ്റ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കണത്. ബേക്കൊന്നും ചെയ്യേണ്ടെന്നാത്ത ഒരു ഡെസേർട്ടല്ലേ. അപ്പോൾ മൈദ അങ്ങനത്തെ ഒന്നുമല്ല, ഞാൻ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. വേണമെങ്കിൽ വേറെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം, ആരോ റൂട്ടോ ടൈഗർ ബിസ്ക്കറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി അത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചേർക്കുന്നത് ബട്ടറാണ്. ഇപ്പോൾ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, അൺസോൾട്ടഡ് ബട്ടറാണ്. അതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് കുറച്ച് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേശ്ശെ പാലൊഴിച്ച് കുഴച്ചാൽ മതി. അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു 4 സ്പൂണോളം വലിയ സ്പൂണാട്ടോ പാലൊഴിച്ചിട്ടുണ്ട്. അത് നന്നായി ഒന്ന് കുഴച്ചെടുത്തു. ഇനി ഈ പേപ്പർ കപ്പിൽ അതൊക്കെ ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ലെയർ പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ഉരുള എടുത്തിട്ട് നമുക്ക് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു കപ്പിൻ്റെ ഷേപ്പ് കണ്ടോ, ആ ഒരു ലൈൻസൊക്കെ വീഴാൻ വേണ്ടിയിട്ടും ആ ഒരു ടാർട്ടിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ അത് പ്രസ് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാതും ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടാണിത്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് ഉരുക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഈ ടാർട്ടൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ജാമാണ്. 3 ഫ്ലേവറുള്ള ജാമാണ് കേട്ടോ. ഫസ്റ്റ് ഇട്ടത് ബ്ലൂബെറി ആണ്, പിന്നെ ഇത് ഓറഞ്ചാണ് ഇപ്പോൾ ചേർക്കുന്നത്, പിന്നെ പാഷൻ ഫ്രൂട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് ജാം വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇടണം. അതിൻ്റെ മുന്നേ വൈറ്റ് ചോക്ലേറ്റിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് അതിൽ ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഈ ജാമിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇടാം. പിന്നെ അതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞ് ഹാർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അപ്പോഴേക്കും വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സെറ്റായി. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ആ ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചൂടോടെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ചെറിയ എന്തെങ്കിലും മുകളിൽ വെച്ചിട്ട് അലങ്കരിച്ചാൽ മതി. ഇപ്പോൾ ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും.